ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനും ചെറിയും കൂടെ മക്കൾസിനൊന്നും കൂട്ടാതെ ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തേത്. വേറെ എങ്ങോട്ടല്ല, നമ്മുടെ നാടുകാണി ചുരത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല വൈബാണ് കേട്ടോ അതിൽ കൂടെ പോകാൻ. നമ്മുടെ മലപ്പുറം ജില്ലയിലെ വൈക്കടവിന് സമീപത്താണ് ഈ നാടുകാണി ചുരം. കൂടാതെ കോഴിക്കോട്, നിലമ്പൂർ, ഗൂഡല്ലൂർ അന്തർ സംസ്ഥാന പാത ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാടുകാണി ചുരത്തിൻ്റെ ചെറിയൊരു ഹിസ്റ്ററിയും കൂടെ പറഞ്ഞു തരാം. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥനായിരുന്ന വില്യം ക്യാമ്പലാണ് നാടുകാണി ചുരം കണ്ടെത്തിയത്. അദ്ദേഹം ഒരു ആദിവാസിയുടെയും വളർത്തുനായുടെയും സഹായത്തോടെയാണ് ഇത് കണ്ടെത്തുന്നത്. ചുരംപാത തേടി യാത്ര പോയ വില്യം ക്യാമ്പലും സംഘവും തമിഴ്നാട്ടിലെ ഘോരവനത്തിൽ അകപ്പെട്ടു. അവരെ കാണാതായതോടെ അവിടെ ഉണ്ടായിരുന്ന ആദിവാസികൾ അവരുടെ ഭാഷാ ശൈലിയിൽ നാടുകാണി എന്ന് പറഞ്ഞു എന്നും അങ്ങനെയാണ് നാടുകാണി രൂപപ്പെട്ടത് എന്നുമാണ് അറിയപ്പെടുന്നത്. ഇത് എനിക്കറിയാവുന്ന ചെറിയൊരു ചരിത്രം മാത്രമാണ്. അതുപോലെ വില്യം ക്യാമ്പലിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകം കൂടെ പണിതിട്ടുണ്ട്. നമ്മുടെ നാടുകാണി ചുരത്തിലൂടെ പോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെയൊക്കെ ഒരുപാട് ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. ഞങ്ങളൊരു 3 മണിക്കൊക്കെ ശേഷമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഒരുപാട് കുരങ്ങന്മാരെ കാണാം കേട്ടോ വഴിവക്കിൽ. കുറച്ച് ദൂരം പോയതിന് ശേഷം ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. മക്കൾസൊക്കെ സ്കൂളിൽ വരുമ്പോഴേക്കും വീട്ടിലെത്തണം എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചെറിനെ മാത്രം കാണിക്കുന്നില്ല എന്ന്. ചെറിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്. എന്നെ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ.
ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ വൈക്കടവ് കാണാം. വൈക്കടവ് അങ്ങാടിയാണ് ആ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാം. അങ്ങനെ ഞങ്ങൾ നാടുകാണി ചുരമൊക്കെ ഇറങ്ങി വൈക്കടവ് എത്തിയിട്ടുണ്ട്. വൈക്കടവ് എത്തിയതിന് ശേഷം ഞങ്ങൾ ചായയും ചിക്കൻ റോളൊക്കെ കഴിച്ചു. മക്കൾസിനും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മക്കളറിയാതെയാണ് പോന്നിട്ടുള്ളത്. ഇനി അവിടെ എത്തിയാൽ പറയേണ്ടി വരില്ല. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും ഷെയറും നിങ്ങളുടെ കമൻറ്റും കൂടെ തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.